ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. അതായത് വിവാഹം നടത്തുന്ന സ്ഥലത്തെ പഞ്ചായത്തിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയും ആൺകുട്ടിയും അവിടെ റോഡ് സൈഡിൽ ഫോട്ടോ എടുത്ത് നിൽക്കുന്നതായി കണ്ടിട്ടുണ്ട്. 27-ാം തീയതി ആഘോഷമായിട്ട് കല്യാണം നടത്താനായിട്ട് ഇവർ സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ലെറ്റർപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു അറിവാണ് കിട്ടിയത്. ഒരു പള്ളിക്ക് കൊടുക്കാം ഒരു രേഖ, ഇവിടെ ഒരു വിവാഹം നടന്നു എന്ന് പറഞ്ഞ് അമ്പലത്തിന് കൊടുക്കാം, ഒരു മുസ്ലിം പള്ളിക്ക് കൊടുക്കാം, പക്ഷേ ഒരു റിസോർട്ടിന് ഒരിക്കലും ഇങ്ങനെ ഒരു രേഖ കൊടുക്കാനുള്ള അധികാരമില്ല. റിസോർട്ടിൽ വെച്ചിട്ടുള്ള വിവാഹം നടന്നതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ രണ്ടും രണ്ട് കാസ്റ്റാണ്. കാരണം ഈ പ്രണയം നടിച്ച് വിരുദ്ധ മതങ്ങളിലുള്ള പെൺകുട്ടികളെ അവരുടെ വലയിലാക്കി ശേഷം ഇത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിനായിട്ടാണ് ഇവർ ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. അവർ അത്യാവശ്യം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നടക്കുകയാണ് ഇവർ. ഈ കുറുക്കൻ കോഴീനെ നോക്കി നടക്കുന്ന പോലെ അങ്ങനെ ഒരു ഇതാണ് ഇപ്പം നടക്കുന്നത്. നമുക്ക് നമ്മുടെ മക്കളെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് തന്നെ പേടിയായി തുടങ്ങി. ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നുണ്ട്, പ്രത്യേകമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തേക്കുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച്. പാലക്കാട് ജില്ലയിലെ പാലക്കയത്ത് നടന്ന പ്രണയക്കെണിയുടെ ഉള്ളറകളിലേക്ക് അന്വേഷണം നടത്തുകയാണ് ഷെക്കേന ന്യൂസ് ഈ പരിപാടിയിലൂടെ. കണ്ണൂർ സ്വദേശിയായ ക്രിസ്ത്യൻ യുവതിയും പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ മുസ്ലിം യുവാവും തമ്മിലുള്ള വിവാഹം അനധികൃതമായി നടത്തുവാൻ പാലക്കയത്തെ കാസ ലൂസിയോ റിസോർട്ട് ഒത്താശ ചെയ്തുവെന്നാണ് ആരോപണം ഉയരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തച്ചൻപാറ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായും ആക്ഷേപം ഉയരുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രണയക്കുരുക്കിൽ അകപ്പെട്ട് മാതാപിതാക്കളറിയാതെ നാട്ടിലെത്തിയ ക്രിസ്ത്യൻ യുവതിക്ക് സംഭവിച്ചത് എന്താണ്? പാലക്കയത്തെ പ്രദേശവാസികളുടെയും ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് പ്രണയക്കെണിക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ പെൺകുട്ടിയെ ഏതാണ്ടൊരു 35 ലക്ഷം രൂപയോളം മുടക്കി മാതാപിതാക്കൾ ഒത്തിരി കഷ്ടപ്പെട്ട് UK ഇവളെ അയച്ചു. ഇവളവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുമായിട്ട് നവമാധ്യമങ്ങളിലൂടെ ഓൺലൈനിലൂടെ അങ്ങനെ പരിചയപ്പെട്ട് ഇവർ തമ്മിൽ ബന്ധം സ്ഥാപിച്ച് മാതാപിതാക്കൾ അറിയാതെ ഇവള് കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ ഇവൻ എടുത്തു കൊടുത്ത ടിക്കറ്റിൽ ഇവർ വന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അതിനുശേഷം അറിഞ്ഞിടത്തോളം അല്ലെങ്കിൽ പൊതുവിൽ നമുക്കൊരു അറിവുള്ളിടത്തോളം പല സ്ഥലങ്ങളിലും ഇവർ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ആലോചനകൾ നടത്തി എന്നുള്ളതാണ്. മണ്ണാർക്കാട് പഞ്ചായത്തിൽ ഉൾപ്പെടെ സമീപിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വസ്തുപരമായ കാര്യങ്ങൾ നമുക്കറിയില്ല. ഒത്തിരി പേര് അങ്ങനെയാണ് പറയുന്നത്. ഏതായാലും പല സ്ഥലത്തു നിന്ന് ഇവർക്ക് മടങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു റിസോർട്ട് ഇവിടെ ഉണ്ടെന്നും ഒരു ക്രിസ്ത്യൻ നാമത്തിൽ കാസ ലൂസിയോ എന്നുള്ള പേരിൽ നമ്മുടെയൊക്കെ ഒരു ക്രിസ്ത്യൻ നാമത്തിലുള്ള അങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടെന്നും ഇവിടെ വന്നാൽ ഇത് നടക്കുമെന്നുള്ള ഒരു സൂചന ഇവർക്ക് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ ഇതിൻ്റെ ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. റിസോർട്ടിന്റെ മാനേജ്മെന്റ് മുസ്ലിം സമുദായത്തിൽ, റിസോർട്ടിന്റെ മാനേജ്മെന്റ് അതിൽ ജംഷീർ എന്ന് പറയുന്ന ഒരാൾ, അയാളൊക്കെയാണ് മിക്കവാറും ഇവിടെ വരുന്ന ആളുകൾ. അപ്പം ഇങ്ങനെ നടക്കുമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഇവർ ഈ പെണ്ണും ചെറുക്കനും അവരോടുകൂടെ ഏതാനും ചില ചെറുപ്പക്കാരും ചേർന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒക്ടോബർ 22-ാം തീയതി 23-ാം തീയതി ഇവർ റിസോർട്ടിൽ വന്നു എന്നുള്ളതാണ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവരുടെ ഓൺലൈനിലൊക്കെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് അവർ റൂം എടുക്കുകയും തുടർന്ന് ഒരു 5 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇവരിവിടെ താമസിച്ചിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ 2 പേര് 3 പേര് അങ്ങനെ 5 പേര് അങ്ങനെ 20 അവസാനം ഒക്ടോബർ 27-ാം തീയതി ഈ റിസോർട്ടുകാർ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അങ്ങനെ ഈ 27-ാം തീയതി ആഘോഷമായിട്ട് കല്യാണം നടത്താനായിട്ട് ഇവർ സമീപിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ലെറ്റർപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു അറിവാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു റിസോർട്ടിന് ഒരു കാരണവശാലും ഒരു കല്യാണം നടത്തി കൊടുക്കാനായിട്ടുള്ളൊരു അനുമതി ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ഏതായാലും ഒരുപക്ഷെ വ്യാജമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഓൺലൈൻ കേന്ദ്രങ്ങളിൽ പോയി ഒരു ലെറ്റർപാഡ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെ വേണം നമുക്ക് കരുതാനായിട്ട്. ഏതായാലും ഈ കാസ ലൂസിയോയുടെ ഓണർമാർ മനസ്സറിഞ്ഞ് ഈ കല്യാണം ഇവർക്ക് ആഘോഷമായിട്ട് നടത്തി കൊടുത്തു. അതിനുശേഷം ഇവർ തച്ചമ്പാറ ഇവരുടെ അതായത് ഈ വാർഡ് ഈ കാസ ലൂസിയോ റിസോർട്ട് പ്രതിദാനം ചെയ്യുന്ന 10-ാം വാർഡാണിത് തച്ചമ്പാറ പഞ്ചായത്തിൻ്റെ. ഇവിടുത്തെ മെമ്പർ ബെറ്റി ലോറൻസ് എന്ന് പറയുന്ന മെമ്പറെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കാരണത്തിൽ തച്ചമ്പാറ പഞ്ചായത്തിൽ ഇത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോവുകയും പഞ്ചായത്തിൽ ജോർജ് തച്ചമ്പാറ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ
അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ട് അങ്ങനെ ആണ് ഈ കല്യാണം ബ്ലോക്ക് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. അങ്ങനെയാണ് ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ 7-ാം തീയതിയാണ് ഈ പറയുന്ന മിശ്രവിവാഹിതരാകാൻ ശ്രമിച്ച ആ കുട്ടികൾ പഞ്ചായത്തിൽ രജിസ്ട്രേഷനുമായിട്ട് വരുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുന്ന 7-ാം തീയതി ഞാൻ പോയിട്ടില്ല പഞ്ചായത്തിൽ. 8-ാം തീയതിയാണ് ഞാൻ പഞ്ചായത്തിൽ പോകുന്നത്. പഞ്ചായത്തിൽ പോയി അങ്ങനെ സെക്രട്ടറിയുടെ ക്യാബിനിൽ കയറി സെക്രട്ടറിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു എന്താ അത് കേസെന്ന് ചോദിച്ചു. പറഞ്ഞു റിസോർട്ടിൽ വെച്ചിട്ടുള്ള വിവാഹം നടന്നതിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കാസ്റ്റാണ് എന്നുള്ള രീതിയിൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ ഫയലെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു മുസ്ലിം പയ്യനും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും. അവർ അഡ്രസ്സ് പ്രൂഫ് ചെയ്തപ്പോൾ ഒന്ന് മണ്ണാർക്കാടും ഒന്ന് കണ്ണൂരും. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ള രീതിയിലേക്ക് ഞാൻ പോയി. അപ്പോൾ തന്നെ പറഞ്ഞു ജോർജ് ഉംബ്ര ഇങ്ങനെയാണ് കേസ്. ഞങ്ങൾ ശ്രദ്ധപ്പെട്ടപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോൾ മണ്ണാർക്കാട് കല്ലടിക്കോട് സ്റ്റേഷനിലെ സെക്രട്ടറി കണ്ണൂർ ജില്ലയിൽ നിന്ന് ആരെങ്കിലും മിസ്സായിട്ടുള്ള കേസുകളുണ്ടോ എന്നുള്ള രീതിയിൽ സെക്രട്ടറി ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ സ്റ്റേഷനിൽ കൊടുത്തു. 8-ാം തീയതിയാണ് പിന്നെ അപ്പോൾ ഒരു റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു. എന്താണ് ഇങ്ങനെ നോക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇതിന് സാക്ഷ്യപത്രം കൊടുത്തിരിക്കുന്നത്, വിവാഹത്തിന് സാക്ഷ്യപത്രം. ആ സാക്ഷ്യപത്രത്തിൽ പറയുന്നുണ്ട് ഈ തച്ചമ്പാറ പഞ്ചായത്തിലുള്ള ഈ പറയുന്ന വാക്കോടുള്ള റിസോർട്ടിൽ 27-ാം തീയതി ഇവർ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിഞ്ഞെന്നും ഇവർ രണ്ടുപേരും എനിക്ക് അറിയാവുമെന്ന് പറഞ്ഞ സാക്ഷ്യപത്രം കൊടുത്തിട്ടുണ്ട്. ആ സാക്ഷ്യപത്രം അപ്പോൾ തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു, അല്ല നിങ്ങളെങ്ങനെ ഇതിന് സാക്ഷ്യപത്രം കൊടുക്കുക, അന്നത്തെ നമ്മുടെ പഞ്ചായത്തിലുള്ള കേസല്ല, ഇവരെ നേരിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പുള്ളി വളരെ സിമ്പിളായിട്ട് അത് എനിക്ക് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ 8-ാം തീയതി പഞ്ചായത്തിൽ നിന്ന് ഇവർ രാവിലെ ഈ പയ്യനെ കണ്ടു കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് കത്തൊക്കെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. 7-ാം തീയതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അവർ പഞ്ചായത്തിലേക്ക് കടന്നു വന്നു. പഞ്ചായത്തിൽ വന്നപ്പോൾ ഞാൻ ആ സമയത്തുണ്ട്. ഞാനിവർ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഞാൻ നോക്കി കണ്ടു. അപ്പോൾ ആ പയ്യൻ്റെ കൂടെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, അവരെ ആ കാഴ്ചപ്പാടൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആ പിള്ളേരെ കണ്ടപ്പോൾ തന്നെ ഇത് വളരെ എന്തോ ഒരു ദുരൂഹത എനിക്ക് തന്നെ തോന്നി. ഇനി സ്വാഭാവികമായിട്ട് ചെറുക്കൻ്റെ പേരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് പ്രശ്നമല്ല. കുറച്ച് കമ്പനി അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരു 6-7 ചെറുക്കന്മാരെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും സെക്രട്ടറി തന്നെ ഈ കുറച്ച് പേപ്പറുകളിലൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് മടക്കി വിടുകയത്, അല്ലെങ്കിൽ അന്ന് തന്നെ ചിലപ്പോൾ അത് രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും സെക്രട്ടറിയും ഞാനുള്ള തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാൻ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു ഈ അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ നോക്കാം, പെൺകുട്ടി കണ്ണൂരാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ആ അഡ്രസ്സ് വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് 2 മണിക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മനസ്സിലാക്കി ഇവർ കണ്ണൂരാണ് താമസിക്കുന്നതെന്നുള്ളത്. അവർ വീട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുത്തെ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടത്. അവർ വീട്ടിൽ ചെന്നപ്പോൾ പേരൻസ് അവിടെ ഇല്ല. അവർ അങ്കമാലിയിൽ ഒരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയിരിക്കുകയാണ്. അങ്ങനെ പേരൻസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ മോളെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് അറിയുന്നത് കൊച്ചി ഇംഗ്ലണ്ടിലാണെന്ന് പറഞ്ഞത്. ആ നിമിഷം വരെ അറിയുന്നില്ലല്ലോ, അപ്പോൾ അവരും അറിയുന്നില്ല. അപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അല്ല ഈ പറയുന്ന ഈ കുട്ടി നാട്ടിലില്ല, ഇംഗ്ലണ്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പേരൻസ് എന്നെ നേരിട്ട് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങളുടെ മോള് 27-ാം തീയതി മുതൽ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മുസ്ലിം പയ്യനുമായിട്ട് വിവാഹം രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരണം എന്നുള്ള രീതിയിൽ അവരോട് പറയും. എത്രയും പെട്ടെന്ന് അവർ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള മിശ്രവിവാഹമൊക്കെ ധാരാളം നടക്കലുണ്ട്. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ജനപ്രതിനിധികളാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഒരു കത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ 2 പേരെയും 2 കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ അവരെ പേരൻസിനെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ചെയ്തില്ല എന്നുള്ളത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. എന്തായാലും ആ പേരൻസ് വൈകുന്നേരത്തോടുകൂടി എത്തുകയും മണ്ണാർക്കാട് DYSPക്ക് പരാതി കൊടുക്കുകയും പിറ്റത്തെ ദിവസം ഒരു 2 മണിയായപ്പോൾ തന്നെ പോലീസ് അവരെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. എന്തായാലും നമ്മുടെ ഈ ഭാഗത്തുനിന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ കുട്ടിയെ സംബന്ധിച്ച് 8-ാം തീയതി കഴിഞ്ഞ് 9-ാം തീയതി വെളുപ്പിനെ
തിരിച്ച് റിട്ടേൺ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് രണ്ടുപേരും കൂടി ഈ 8-ാം തീയതി വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 9-ാം തീയതി വെളുപ്പിനെ കൊച്ച് ഇംഗ്ലണ്ടിലേക്ക് കടക്കുകയും അവരെ സംബന്ധിച്ച് പേരൻസ് ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ എന്താ വെച്ച് കഴിഞ്ഞാൽ പാരൻസിനെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷയില്ല മകളിൽ കാണുമ്പോൾ അവരറിയാതെ ഒരു വിവാഹം നടക്കുകയും അതുപോലെ തന്നെ ഇതിന് വിവാഹത്തിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും ആ പാരൻസ് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഒരാൾക്കും ഇനി നാളെ മേലേക്ക് എന്നെ പോലെ തന്നെയുള്ള ജനപ്രതിനിധികളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്നാണ് ഈ കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് ഒരു നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അനധികൃതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സംഭവം ആരെങ്കിലും ഒന്ന് നമുക്ക് പറയാവുന്നതുപോലെ റിസോർട്ടിൽ വെച്ച് ഇവരുടെ വിവാഹം നടന്നു എന്ന് പറയുന്നു, പിന്നെ പഞ്ചായത്തിൽ നടക്കുന്ന ഇൻസിഡൻറ്റ്, ഏതെല്ലാം പഴുതുകളാണ് ഇവർ ഈ ഒരു നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു വീഴ്ച സംഭവിച്ചത്? അപ്പോൾ നിയമത്തിൻ്റെ കണ്ണിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നു. അതായത് വിവാഹം നടത്തുന്ന സ്ഥലത്തെ പഞ്ചായത്തിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കണ്ണൂരോ കാസർഗോഡോ ഉള്ള ഒരു വ്യക്തിയും വേറൊരു സ്ഥലത്തുള്ള വ്യക്തിയും കടന്നു വന്ന് ഇങ്ങനെ ഒരു വിവാഹം നടത്തുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പഞ്ചായത്ത് ഉത്തമ ബോധ്യത്തോടു കൂടി ഒരു അന്വേഷണം നടത്തണം. ആ അന്വേഷണം നടത്തുന്നതിന് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് അതിന് പറയുന്ന ലെറ്റർ ഒന്നെങ്കിൽ ഒരു വാർഡ് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ അതിനകത്ത് കക്ഷിയായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം. അപ്പം അദ്ദേഹം ബാഹ്യ സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ സ്വാധീനത്തിനോ വഴങ്ങിക്കൊണ്ട് ഇത്തരം ഒരു വിഷയത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണത് രജിസ്റ്റർ ചെയ്യപ്പെടാനായിട്ടുള്ള നടക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 10-25 വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ 22 വയസ്സുള്ള പെൺകുട്ടിയും 25 വയസ്സുള്ള ആൺകുട്ടിയും അവരുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരും തമ്മിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷയുമായിട്ട് വന്ന് പഞ്ചായത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു അപേക്ഷയും പരിഗണിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സൂക്ഷ്മത വേണം. ഒരു പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏത് അപേക്ഷയും ഒന്ന് അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ സർക്കാർ ഓഫീസുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നടന്നിട്ടുണ്ടോ, ഈ വിവാഹം യാഥാർത്ഥ്യമാണോ, അതോ ഇത് വ്യാജമായി കെട്ടിച്ചമച്ചുകൊണ്ട് മറ്റാരെങ്കിലും, പ്രത്യേകിച്ച് ഇതിൽ ഇപ്പം നമ്മൾ ആരോപിക്കപ്പെടുന്ന ഈ ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ടോ, ഈ കുട്ടികളെ ഏതെങ്കിലും മയക്കുമരുന്നിന് ഈ കുട്ടി അടിമയായിരുന്നോ, അതിനെ മാനസികമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച്, ഇപ്പോൾ നമുക്കറിയാം പലരെയും ഇപ്പോൾ കേരളത്തിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് അശ്ലീല രംഗങ്ങൾ കാണിച്ച് പീഡിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അവരുടെ ഫോട്ടോസോ മറ്റു കാര്യങ്ങൾ വെച്ച് സമ്മർദ്ദത്തിൽ ചെയ്യുന്നതാണോ, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടി ഒരു പെൺകുട്ടി മാത്രം, ബാക്കി ഒരു 10-25 ചെറുപ്പക്കാരും വന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അതോറിറ്റി, പേഴ്സൺ ഇൻ അതോറിറ്റി എന്ന് പറയുന്ന സെക്രട്ടറി ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഉത്തരവാദിത്തത്തോടെ അത് നോക്കേണ്ട ബാധ്യതയുണ്ട്. നിയമം അല്ലാതെ വരുന്നതെല്ലാം എടുത്ത് ഉപയോഗിക്കാനല്ലല്ലോ നിയമം പറഞ്ഞിരിക്കുന്നത്. നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ന്യായമായിട്ടും ഒരു റിസോർട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹാളിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ നടന്ന അത് പ്രോപ്പറാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം, ആ ബോധ്യക്കുറവ് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പ്രസിഡന്റും ആ കാര്യത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ സാക്ഷ്യപത്രമായി പ്രചരിക്കുന്ന കാസ ലൂസിയോ റിസോർട്ടിന്റെ ലെറ്റർ പാഡിൽ തയ്യാറാക്കിയ റിസോർട്ടിന്റെ മാനേജർ ജംഷീറിന്റെ പേരിലുള്ള കത്ത് ഇതിനോടകം തന്നെ വൻ വിവാദമായി കഴിഞ്ഞു. ഇത് വ്യാജമായി നിർമ്മിച്ചതാണ് എന്നാണ് റിസോർട്ട് അധികാരികളുടെ ഭാഷ്യം. ഈ വ്യാജ സാക്ഷ്യപത്രത്തിന്റെ പേരിൽ പഞ്ചായത്ത് മേൽ നടപടികൾ സ്വീകരിച്ച് വിവാഹം സാധൂകരിക്കാൻ ശ്രമിച്ചതും ഗുരുതരമായ വീഴ്ചയാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അവസ്ഥയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയിക്കൊണ്ട് അതുപോലെ റിസോർട്ടുകളിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് കുറേ ആളുകൾ കൂടി അവരെ ഒരുപക്ഷെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെടുത്തിയായിരിക്കാം അവരെ മാതാപിതാക്കളിൽ നിന്ന് പോലും അറിയാതെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു സംവിധാനം. അതിന് ഇപ്പോൾ നിയമപരമായി അത് ഉത്തരവാദിത്വത്തോടെ നോക്കേണ്ട അതോറിറ്റികളാണ് വിവാഹ രജിസ്റ്റർ ചെയ്യുന്ന പഞ്ചായത്തുകൾ എന്നൊക്കെ പറയുന്നത്. ആ പഞ്ചായത്ത് അത് യാതൊരു പരിശോധനയും കൂടാതെ എവിടെയെങ്കിലും ഒരു പരിപാടി നടന്നു വന്ന് ചുമ്മാ ഒരു ലെറ്ററിൻ്റെ പുറത്ത് ഇത്തരം വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. തച്ചമ്പാറ പഞ്ചായത്തിൽ അതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രസിഡന്റിൻ്റെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ വെച്ചിട്ടാണ് അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടത് റിസോർട്ട് ഉടമയുടെ ഒരു വേഗമായിട്ടുള്ള ഒരു കത്തും
അതിൽ ഈ പറയുന്ന വിവാഹം നടത്തുന്ന വ്യക്തികളെ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഞാൻ നേരിട്ട് അറിയുമെന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു ലെറ്ററും വെച്ചിട്ടാണ് അവർ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പം അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡല്ല ഈ സംഭവം നടന്ന സ്ഥലം. എങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാമെങ്കിലും ഇതിൽ ഒരു വലിയ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെയുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ഇത് നമ്മൾ യാദൃശ്ചികമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പല കാലങ്ങളിലും സ്ഥിരമായിട്ട് അവിടെ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ പ്രത്യേകിച്ച് ഈ ഉള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളതൊന്നും നമുക്ക് നിശ്ചയമില്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളപ്പോൾ അവിടെ എത്തിപ്പെട്ടത് കൊണ്ടാണ് നമുക്കത് പ്രസിഡന്റിനോട് സംസാരിക്കാനും അത് നിങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാനും സാധിച്ചത്. അപ്പം പുറത്തുനിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ ഒരു ഗൂഢസംഘം ഇതിനു മുമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട് അവിടെ അത്യാവശ്യം നല്ല ജനത്തിരക്കും കാര്യങ്ങളൊക്കെ, കാരണം റിസോർട്ട് അവർ തുറന്നു വെച്ചിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങളധികം അങ്ങനെ അങ്ങോട്ട് കയറി പോകുക അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. അത് കഴിഞ്ഞ് വാട്സപ്പിലൂടെയൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയുന്നത്. പിന്നെ അതിൻ്റെ വിശദീകരണമായിട്ട് പിന്നെ ഞാൻ നേരിട്ട് പോയിട്ട് അവരോട് സംസാരിച്ചു. ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഈ റിസോർട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഞങ്ങൾ നേരിട്ട് പോയി ചോദിച്ചു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നിങ്ങൾക്ക് അതിൽ വല്ല ഇതുണ്ടോ, അതോ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെല്ലാം അവർ വ്യാജമായിട്ട് ചെയ്തതാണ്. ഞാൻ വ്യാജമായിട്ട് ചെയ്തതാണ്, ഇവിടെ ഒരു സീല് പോലും ഇല്ല ഞങ്ങൾക്ക്, പക്ഷെ അവർ സീല് വരെ അടിച്ചിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെന്നാ വല്ല കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ ഇതിനെതിരെ? ഉണ്ട്, ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വല്ല രേഖകൾ വല്ലതും ഉണ്ടോ എന്നാൽ അത് എനിക്കൊന്ന് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഒന്നും കേട്ടില്ല. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുകയും ഇതുവരെ അതിനെതിരെ ഒരു പരാതി അവിടെ ചെന്നിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരു റോളും ഇതിലില്ല എങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നേരിട്ട് പോയിട്ട് അവർക്ക് ഒരു പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംശയത്തിനൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി പോലും അവർ കൊടുക്കാത്തത് കൊണ്ട് നാട്ടുകാരും ഞങ്ങളും കുറച്ച് അസ്വസ്ഥതയിലാണ് ഈ റിസോർട്ട് കാരണം. ഒപ്പം തന്നെ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ഇല്ലീഗലായിട്ടൊരു ആക്ടിവിറ്റി ഇവിടെ നടന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് റിസോർട്ടിൽ കല്യാണം നടന്നു എന്ന് പറയുന്നു. ശരിക്കും നിയമത്തിൻ്റെ ഒരു കണ്ണിലൂടെ നോക്കുമ്പോൾ ഈ റിസോർട്ടിൻ്റെ MD-ക്കോ അല്ലെങ്കിൽ റിസോർട്ടിൻ്റെ മാനേജ്മെൻറ്റിനോ ഈ വിവാഹം സാക്ഷ്യപ്പെടുത്താനുള്ള അധികാരം അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിയമത്തിൽ ഉണ്ടോ? അതിപ്പോൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു വിവാഹം നടത്തിയ ഒരു സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഹാളിലാണെങ്കിൽ ഹാളിൻ്റെ പ്രാഥമിക രേഖകൾ അങ്ങനെയാണല്ലോ. ഒരു കല്യാണം നടന്നതിൻ്റെ ഒരു കുറി, അത് ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നു എന്ന് പറഞ്ഞ കല്യാണത്തിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് സാധാരണ കൊടുക്കാറ്, അത് നടത്തിയ സ്ഥലത്തിൻ്റെ. അതിൽ ഫോട്ടോസ് മറ്റു കാര്യങ്ങൾ. അപ്പം ഇവർ കുറേ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ നമുക്കറിയാം അങ്ങനെ ഉണ്ടാക്കാം. പ്ലസ് ഈ ലെറ്റർ റിസോർട്ടിൻ്റെ ലെറ്ററാണ് എന്ന് പറഞ്ഞ് നമ്മളവിടെ കാണുന്ന ലെറ്റർ പരിശോധിച്ചാൽ തന്നെ അറിയാം. ആ ലെറ്റർ ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യനറിയാം ഇത് വ്യാജം നിർമ്മിച്ച, അല്ലെങ്കിൽ ഇത് എങ്ങനെയോ സമ്മർദ്ദത്തിൽ എഴുതി വാങ്ങിയിട്ട് ഒരു ലെറ്റർ, അല്ലെങ്കിൽ അയാൾ എഴുതി കൊടുത്തൊരു ലെറ്റർ, ഉത്തരവാദിത്വ ബോധത്തോട് എഴുതി കൊടുത്ത ലെറ്ററല്ല. അത് പഞ്ചായത്തിന് അത് സ്വീകരിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് അപ്പോൾ തന്നെ സെക്രട്ടറിക്ക് ഡിനൈ ചെയ്യാവുന്നതാണ് ആ ലെറ്ററിൽ മേൽ തന്നെ. അപ്പോൾ ഇതിലൊക്കെ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിന് ആരാണ് പ്രസിഡൻ്റാണോ സെക്രട്ടറിയാണോ വശംബദ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. റിസോർട്ടുകാർക്ക് എപ്പോഴും ചെയ്യാം, അവരുടെ മാതാപിതാക്കളെ കുറിച്ച് അന്വേഷിക്കാം. ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളില്ല, ഈ പയ്യൻ്റെ മാതാപിതാക്കളൊന്നും ആ രംഗത്ത് വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ ഒരു വിവാഹം നടത്തിയായിട്ട് ഇവർ തെളിവുണ്ടാക്കിയത്? ആരാണ് അതിൻ്റെ കാർമ്മികൻ? ഇതൊന്നും അവിടെ ഈ വിവാഹം നടത്തിൻ്റെ കാർമ്മികൻ ആരാണ്, സാക്ഷികൾ ആരാണ്? ഇതൊന്നുമില്ല. അവർ ഏകദേശം വെറുതെ ഒരു രേഖ ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ അതിന് ഒരു നിയമപരമായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത രേഖയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒപ്പം ചേട്ടാ, ഈ ക്രിസ്ത്യൻ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തി എന്നൊക്കെ പറഞ്ഞൊരു റിസോർട്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു രേഖയൊക്കെ പഞ്ചായത്തിൽ സമർപ്പിച്ചു. അത്തരത്തിലൊരു സമർപ്പിക്കുന്നതിന് പിന്നെ എന്തെങ്കിലും ദുരൂഹത അങ്ങ് സംശയിക്കുന്നുണ്ട്? ആ ഒരു പേപ്പർ സമർപ്പിച്ചത് തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സംശയത്തിന് ഇട നൽകുന്നത്. ഇങ്ങനെ ഒരു റിസോർട്ടിന്, ഒരു പള്ളിക്ക് കൊടുക്കാം ഒരു രേഖ, ഇവിടെ ഒരു വിവാഹം നടന്നു എന്ന് പറഞ്ഞ്, അമ്പലത്തിന് കൊടുക്കാം, ഒരു മുസ്ലിം പള്ളിക്ക് കൊടുക്കാം, പക്ഷേ ഒരു റിസോർട്ടിന് ഒരിക്കലും ഇങ്ങനെ ഒരു രേഖ കൊടുക്കാനുള്ള അധികാരമില്ല. ഇങ്ങനെ പതുക്കെ ഇതിങ്ങനെ കൊടുത്തിട്ട് ഇതൊരു ശീലമാക്കിയിട്ട് ഇതൊരു പിന്നെ ഭാവിയിൽ ഇതൊരു നിയമമാക്കി കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം പോലെയാണ് ഇത് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അതിൻ്റെ പേരിൽ ലൈസൻസ് കൊടുക്കുന്നു. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാടിൻ്റെ സ്ഥിതി എന്താവും? എന്തുകൊണ്ടും
ഇത് മുളയിലേ നുള്ളി കളയേണ്ടതാണ് ഇങ്ങനെയുള്ള ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഈ വിഷയത്തിൽ മാത്രമല്ല, ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ഇത്തരം റിസോർട്ടുകൾ, ഇപ്പം റിസോർട്ട് മുതലാളി അല്ലെങ്കിൽ റിസോർട്ട് മാനേജ്മെൻറ്റിനെയൊക്കെ സ്വാധീനിച്ച് ഇത്തരത്തിൽ യുവതിയുവാക്കൾ റിസോർട്ടിൽ വരുന്നു, വിവാഹം നടത്തിയെന്ന് പറയുന്നു, റിസോർട്ടിൻ്റെ മുതലാളി അത് സാക്ഷ്യപ്പെടുത്തുന്നു, പഞ്ചായത്തിൽ പോകുന്നു. വളരെയധികം ഒരു പ്രണയ കെണികൾക്കും ഒരു പ്രണയ ചതികൾക്കും വഴിവെക്കുന്ന ഒരു ട്രെൻഡിൻ്റെ ഒരു തുടക്കമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാന കാരണം പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റിസോർട്ടുകളൊക്കെ ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും റിമോട്ട് ഏരിയയിലാണ്. പ്രത്യേകിച്ചും വനമേഖലയോടൊക്കെ ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ, ആളൊഴിഞ്ഞ പ്രദേശത്ത് ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ആളുകൾ വരുന്നതും പോകുന്നതും നമുക്ക് റിസോർട്ട് കാനന ഭംഗി ആസ്വദിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഉല്ലാസത്തിന് വരുന്നതിന് പ്രശ്നമല്ലേ. പക്ഷേ ഇത്തരം കേന്ദ്രങ്ങളായി അത് മാറുന്നുണ്ടെങ്കിൽ അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ വരും. കാരണം റിസോർട്ടുകളിൽ കല്യാണം നടത്തുന്നതിന് നമുക്ക് എതിരില്ല. പക്ഷേ ഇത് ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തികൾ, റിസോർട്ട് മുതലാളിമാർ, അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള വളരെ ഒരു സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ പിടിക്കപ്പെട്ട് കണ്ടിരിക്കുന്നത്. അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം തച്ചമ്പാറ പഞ്ചായത്തിൽ തന്നെ ഇതിന് പക്ഷേ ഇത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവുമോ എന്ന് പോലും നമുക്കിപ്പോൾ അറിയാൻ യാതൊരു സാധ്യതയില്ല. അത് രേഖകൾ പരിശോധിച്ചും നോക്കിയാൽ തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് അവിടെ. പ്രത്യേകിച്ച് സാധാരണ ഇത്തരത്തിലുള്ള ഈ പ്രണയക്കെണികളിലൊക്കെ ഏറ്റവും അറ്റ് ദി എൻഡ് ഒരു ക്ലൈമാക്സ് സാധാരണ സംഭവിക്കുന്നത് പെൺകുട്ടി ഈ ആൺകുട്ടിയുടെ വീട്ടുകാരുടെ ഒപ്പം പോവുക അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഒപ്പം പോവുക എന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു കേസിൽ എന്താണ് ഏറ്റവും ലാസ്റ്റ് സംഭവിച്ചത്? പെൺകുട്ടി എങ്ങനെയായിരുന്നു? പെൺകുട്ടിയുടെ തിരിച്ച് UK പോയോ? മാതാപിതാക്കളുടെ ഒപ്പം തന്നെയാണ് തിരിച്ചു പോകുന്നത്? അത് എന്തായിരുന്നു ലാസ്റ്റ്? 2 മണിയോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും മണ്ണാർക്കാട് SIയുടെ മുൻപിൽ ഹാജരാകുന്നത്. അതിനുശേഷം 2 പേരുടെയും പേരൻസ് അവിടെ എത്തി. ചെറുക്കൻ്റെയും പേരൻസ് എത്തി, പെൺകുട്ടിയുടെയും പേരൻസ് എത്തി. അവർ തമ്മിൽ ഒരു വൈകുന്നേരം ഒരു 5 മണി വരെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച ചെയ്തു. എന്തായാലും പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് അവരുടെ പേരൻസ് വന്ന് അവരോട് കണ്ടു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ പപ്പയുടെയും അമ്മയുടെ ഒപ്പം പോവുക എന്നുള്ള രീതിയിലുള്ള നിലപാടെടുത്തു. ചെറുക്കൻ്റെ പേരൻസ് വന്ന് അവരും പറഞ്ഞു, മോൻ എൻ്റെ കൂടെ പോന്നോട്ടെ. എന്തായാലും പപ്പയും മമ്മിയും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മോളെ ഇത്രയും വളർത്തിയെടുത്ത് അല്ലെങ്കിൽ ജോലിക്കുള്ള സാധ്യതയോട്, ഇംഗ്ലണ്ടിൽ ആണല്ലോ പഠിച്ച് ജോലി ചെയ്യുന്ന ആ സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ തുടർന്ന് പോകട്ടെ എന്നുള്ളൊരു നിലപാടാണ് അവർ 2 കൂട്ടരെയും പേരൻസ് സ്വീകരിച്ചത്. പ്രസ്തുത സംഭവത്തിൽ പ്രണയക്കെണിയില്ല, ഇത് പരിശുദ്ധ പ്രണയമാണ്, മിശ്ര വിവാഹമൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണമല്ലേ എന്ന് വാദിക്കുന്നവരോട് ചില ചോദ്യങ്ങൾ. UK താമസിക്കുന്ന പെൺകുട്ടി മാതാപിതാക്കൾ അറിയാതെ എങ്ങനെ നാട്ടിലെത്തി? വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട യുവാവിന്റെയും യുവതിയുടെയും വിവാഹം അവരുടെ ബന്ധുജനങ്ങളുടെയോ മാതാപിതാക്കളുടെ പോലും സാന്നിധ്യമില്ലാതെ കാസ ലൂസിയോ റിസോർട്ട് എന്തിന് ഒത്താശ ചെയ്തു? നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ വ്യാജമായ ഈ വിവാഹത്തിന് രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുവാൻ തച്ചമ്പാറ പഞ്ചായത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയ ബാഹ്യശക്തികൾ ആരാണ്? ഈ പ്രണയക്കെണിക്ക് പിന്നിൽ വലിയ രീതിയിലുള്ള ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ട്. ഒപ്പം ഈ പാലക്കയം മേഖല നമുക്കറിയാം ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയാണ്. ഈ പാലക്കയം ഈ അടുത്ത നാളുകളിൽ നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചയായ ഒരു പ്രദേശമാണ്. മുൻപ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രണയ കെണികളിൽപ്പെട്ട് ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അത്തരത്തിൽ ഏതെങ്കിലും സംഭവം മുമ്പ് ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഞങ്ങളെ ഏറെ വേദനിപ്പിക്കുന്നതും ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകവും അത് തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ തന്നെ ഏകദേശം 22 വയസ്സുള്ളപ്പോൾ ഒരു മുസ്ലിം യുവാവിൻ്റെ കൂടെ വിവാഹപ്രായം എത്തിയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ട് നമ്മൾക്കതിനെ എതിർക്കാൻ കഴിയില്ല. അതൊക്കെ ഈ പാലക്കയം ഇടവകയെ തന്നെ മൊത്തത്തിൽ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ പോലും എനിക്ക് തരിച്ചു കയറുകയാണ്. അത്രയ്ക്ക് പ്രതിഷേധമുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ സങ്കടം കാണുമ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ പോലും അവന് അതിൽ വിഷമിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെങ്കിലും ഞങ്ങൾ എതിർക്കും. അപ്പം അങ്ങ് പറഞ്ഞു അങ്ങയുടെ വിഷമം മനസ്സിലാക്കുന്നു. ഈ പറയുന്ന പെൺകുട്ടി നല്ലൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടിയായിരുന്നു. എങ്ങനെയായിരുന്നു ആ കുട്ടിയുടെ ആ സമയത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? ആ കുട്ടി വളരെ സുന്ദരിയായിരുന്നു, നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ്റെ ചേട്ടൻ ഒരാൾ അച്ഛനാണ്. ഇങ്ങനെയൊക്കെ നല്ല ദൈവവിശ്വാസത്തിൽ വളരുന്ന ഒരു കുടുംബത്തിനെ
ഇങ്ങനെ പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് മാത്രമല്ല, ഇവരൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ രീതിയിലാണ് ഇങ്ങനെ ഓരോരുത്തരെ റാഞ്ചിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇത് മാത്രമല്ല, ഇതിനിടയിൽ വേറെ ഈയിടയ്ക്ക് നടന്നൊരു സംഭവം, ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 2 മക്കളുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന്, മകനാണെങ്കിൽ അച്ഛനാകാൻ പഠിക്കുന്നു, മകളാണെങ്കിൽ നഴ്സിങ്ങിന് പഠിക്കുന്നു, +2 പഠിക്കുന്നു. ഇങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഈ ഒരു കുടുംബത്തിലെ ഈ വീട്ടമ്മയെ ഒരു മുസ്ലിം യുവാവ് ഒരു സുപ്രഭാതത്തിൽ കൂട്ടിക്കൊണ്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇതുവരെ ആ മുസ്ലിം യുവാവ് എങ്ങനെയാണ് ഈ വീട്ടിൽ എത്തപ്പെടാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പരിചയപ്പെടാനുള്ള അങ്ങനെ എന്തെങ്കിലും സാഹചര്യം എന്താണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? വീടിൻ്റെ അടുത്ത് ഒരു റബ്ബർ തോട്ടം വെട്ടി ഷോട്ടർ കച്ചവടം നടന്നിട്ട് അതിൻ്റെ പേരിൽ അതെടുത്തുകൊണ്ട് പോകാൻ വന്നതാണ്. അപ്പോൾ കുറച്ച് കാലം, വലിയ തോട്ടമായിരുന്നു, കുറച്ച് കാലം അവരവിടെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് മരപ്പണിയായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു വ്യക്തി, ഈ പ്രദേശത്തുള്ള വ്യക്തിയല്ല, ഈ പ്രദേശത്തെ ഉള്ളതല്ല. അവൻ അവിടെ പതുക്കെ ഭക്ഷണം ചോദിക്കാനോ കറി ചോദിക്കാനോ ഒക്കെ അങ്ങനെ പല പ്രാവശ്യം ആ വീടുകളിൽ പോകുന്നു. പിന്നെ അവിടെ നിന്ന് നമ്പർ മേടിക്കുന്നു. അങ്ങനെ കൂട്ടത്തിൽ അടുപ്പം വരുന്നു. ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നു. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവളെയും കൊണ്ട് പോയിരിക്കുന്നു. അതായത് 2 മക്കളുള്ള, അതായത് ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ അച്ഛനാവൻ സെമിനാരിയിൽ പഠിക്കുന്നു. ആ മക്കളുടെ അമ്മയാണ് ഇത്തരത്തിൽ ട്രാപ്പിൽപ്പെട്ട് പോയത്. അതെ, ഇത്രയും വിദ്യാഭ്യാസവും അതായത് സമൂഹത്തിലൊക്കെ നന്നായിട്ട് ഇടപഴകുന്ന ഒരു കുടുംബിനി, വീട്ടിലും നല്ല രീതിയിൽ നടത്തുന്ന, അവരുടെ വീട്ടിലും പെൺകുട്ടിയുടെ വീട്ടിലും ഒരു അച്ഛനും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല രീതിയിൽ വളർന്നു വരുന്ന, ക്രൈസ്തവ അന്തരീക്ഷത്തിൽ തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നിരുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കണം. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നാലും വളരെ വേദനാജനകമാണ്, പ്രതികരിക്കേണ്ട സംഗതികളാണ്. നമ്മൾ ഈ ഇടവകയെ തന്നെ പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു വെറും പ്രണയമായിട്ട് കണക്കുകൂട്ടാൻ കഴിയില്ല. കാരണം ഈ പ്രണയം നടിച്ച് വിരുദ്ധ മതങ്ങളിലുള്ള പെൺകുട്ടികളെ അവരുടെ വലയിലാക്കി ശേഷം ഇത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിനായിട്ടാണ് ഇവർ ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അതുപോലുള്ള രാജ്യങ്ങളിലേക്കും എല്ലാം കടത്തിക്കൊണ്ടുപോയി ISIS പോലുള്ള തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുവാൻ അവർ നിർബന്ധിതമായി പോവുകയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത് വർഷങ്ങളായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം നമ്മൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ഭയന്ന് ഇവിടുത്തെ പ്രബല 2 മുന്നണികളാണല്ലോ, 2 മുന്നണികളും ഈ വോട്ട് ബാങ്കിനെ ഭയന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനമായൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ സ്നേഹിക്കുന്ന 2 ആൾക്കാർ അവരൊന്നാവുന്നതിൽ നമ്മൾ എതിർത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു എനിക്ക് പൊതുവേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഈയിടെയായിട്ട് എനിക്ക് മൊത്തത്തിൽ ഈ നാട്ടിൽ വേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ, എനിക്കും 3 പെൺമക്കളാണ്, ഞാൻ അവരെ വെച്ച് കണക്ക് കൂട്ടുമ്പം ഒരപ്പനെന്ന നിലയിൽ എനിക്കും വേദന വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും അത് സംഭവം ഉള്ളതാണെന്നുള്ളത് ഈ അടുത്ത കാലത്താണ് എനിക്ക് ഇത്ര ബോധ്യമായത്. പലപ്പോഴും അച്ഛന്മാരും എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവ് ജിഹാദ്, തേങ്ങാക്കൊല, അവർക്കിപ്പോൾ അവരുടെ ഇതിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ അവരിപ്പോൾ നമ്മുടെ ഇതിലേക്ക് വരുന്നത്? പക്ഷേ ഇതിപ്പോൾ കണ്ട് വരുന്ന ഒരു ഇതനുസരിച്ച് അത് സംഭവം ഉള്ളതാണ്. അതിങ്ങനെ നമ്മുടെ ഈ ഏരിയയിലേക്കും കൂടെ കയറി വന്നിരിക്കുന്നു. അവർ അത്യാവശ്യം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നടക്കുകയാണ്. ഇവർ ഈ കുറുക്കൻ കോഴീനെ നോക്കി നടക്കുന്ന പോലെ അങ്ങനെ ഒരു ഇതാണ് ഇപ്പം നടക്കുന്നത്. നമുക്ക് നമ്മുടെ മക്കളെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് തന്നെ പേടിയായി തുടങ്ങി. മിശ്ര വിവാഹത്തിന് കൃത്യമായ നടപടിക്രമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട്. ഇത്തരം നടപടിക്രമങ്ങൾ ഒന്നും ഇവിടെ പാലിച്ചതായി കാണുന്നില്ല. നിയമം അനുശാസിക്കുന്ന പരിശോധനകൾക്ക് പോലും മുതിരാതെ അനധികൃതമായ വ്യാജ വിവാഹം നിയാമികമാക്കാൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചതായുള്ള ആരോപണവും ഗുരുതരമാണ്. നിയമവിരുദ്ധ നടപടികൾക്ക് വേദിയൊരുക്കിയ റിസോർട്ടിനെതിരെയും ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുവാൻ അധികാരികൾ അടിയന്തരമായി തയ്യാറാകേണ്ടതാണ്. പ്രണയം നടിച്ചുകൊണ്ട് പെൺകുട്ടികളെ തീവ്രവാദ സംഘടനകളിലേക്കും ലഹരിക്കടത്ത് പോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്കും നയിച്ച സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രായപൂർത്തിയായവരുടെ സ്വതന്ത്രമായ സമ്മതം വിവാഹത്തിന്റെ കാതലായ മാനദണ്ഡമാണെങ്കിലും രജിസ്ട്രേഷനു വേണ്ടിയുള്ള അപേക്ഷകൾ സമർപ്പിക്കപ്പെടുമ്പോൾ
വിവാഹിതരാകുന്നവരുടെ മാതാപിതാക്കളെയോ കുടുംബാംഗങ്ങളെയോ നേരിട്ട് വിവരമറിയിക്കുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തേണ്ടത് ഇത്തരം അപകട സാധ്യതകളെ ഒഴിവാക്കാനായി അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ പാലക്കയത്ത് വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം കാണിച്ച ജാഗ്രത മാതൃകാപരമാണ്. പ്രണയച്ചതികളെയും ലഹരിക്കെണികളെയും പ്രതിരോധിക്കാൻ നിതാന്ത ജാഗ്രതയോടെ നാം എല്ലാവരും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു.